BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പുതുതായി നിർമ്മിക്കുന്ന ദേശീയപാത 66-ൽ പറവൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് ആവശ്യമായ ഉയരമില്ലാത്തതിനെതിരെ പ്രതിഷേധം. ചിറ്റാറ്റുകര പറവൂർ കരകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. ഗർഡറുകൾ സ്ഥാപിച്ചതോടെയാണ് നിലവിലെ പറവൂർ പാലത്തേക്കാൾ പുതിയ പാലത്തിന് ഉയരം കുറവാണെന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ജോലിക്കാരോട് ചോദിച്ചപ്പോൾ പരാതിയുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരോട് പറയാനായിരുന്നു മറുപടി. പാലത്തിന് ഉയരം കുറവായതിനാൽ മുസ്രീസ് ബോട്ട് സർവീസുകൾ നടത്താൻ കഴിയില്ലെന്നതാണ് പ്രധാന തടസ്സം. പറവൂരിൽ നിന്നുള്ള ബോട്ട് സർവീസ് നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ചേന്ദമംഗലം പാലം ചുട്ടിയിൽ നിന്നാണ് പറവൂർ ഭാഗത്തെ ബോട്ട് സർവീസുകൾ പ്രവർത്തിക്കുന്നത്. പറവൂരിന്റെ ടൂറിസം വികസനത്തിലെ പ്രധാന ഘടകമായ മുസ്രീസ് ബോട്ട് സർവീസ് തടസ്സങ്ങളില്ലാതെ നടത്താൻ കഴിയുന്ന ഉയരത്തിൽ പാലം നിർമ്മിക്കണമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KK അബ്ദുള്ള, പൊതുമരാമത്ത് മന്ത്രി, പ്രതിപക്ഷ നേതാവ് ഹൈബീഡൻ MP എന്നിവർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. പുതിയ മോട്ടോർ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് പാഴായി. എറണാകുളം നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. മരട്, പശ്ചിമ കൊച്ചി, കൊച്ചി കോർപ്പറേഷൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പാഴൂർ പമ്പ് ഹൌസിൽ പുതിയ മോട്ടോർ 1 മാസത്തിനകം സ്ഥാപിക്കുമെന്ന് മന്ത്രി, MLA മാർ, തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ പാലിക്കാൻ സാധിച്ചിട്ടില്ല. 3 മോട്ടോറുകൾ പുതിയത് വാങ്ങിയെങ്കിലും ഒരെണ്ണം മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 2 പഴയതും 1 പുതിയതും ഉപയോഗിച്ചാണ് ജലവിതരണം നടക്കുന്നത്. പാഴൂർ പമ്പ് ഹൌസിൽ പുതിയ 2 മോട്ടോറുകളും ഘടിപ്പിക്കാതെ തുടങ്ങിയിട്ടും മാസങ്ങളായി. ഇത് ഘടിപ്പിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം: സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാതെ പാഴൂരിൽ നിന്ന് വരുന്ന വെള്ളം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ടാങ്കർ ലോറികൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് മറിച്ചു വിൽക്കുകയാണെന്നും ഇതിനെതിരെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും മരട് നഗരസഭ മുൻ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിൽ അറിയിച്ചു. മരട് നഗരസഭാ പരിധിയിൽ നെട്ടൂർ ഭാഗത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാം പറമ്പിലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എറണാകുളം ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയർ VK പ്രദീപിനെ ഉപരോധിച്ചു. ഒരാഴ്ചയായി നെട്ടൂർ, വളന്തക്കാട് ദ്വീപ്, കണ്ണാടിക്കാട് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. നഗരസഭയിൽ ചൊവ്വാഴ്ച രാവിലെ ചേർന്ന കൌൺസിൽ യോഗത്തിൽ പ്രശ്നം ഉന്നയിച്ചതിനെ തുടർന്നാണ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചത്. പുതിയ മോട്ടോർ പ്രവർത്തിപ്പിച്ച് 120 MLD വെള്ളം ലഭ്യമാക്കി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു. നിലവിലെ പ്രശ്നം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ആലോചിച്ച് ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് K മുഹമ്മദ്, റെനി തോമസ്, ബേബി പോൾ, ശോഭാചന്ദ്രൻ, കൌൺസിലർമാരായ CR ഷാനവാസ്, ബെൻഷാദ് നടുവിലെ വീട്, PD രാജേഷ്, മിനി ഷാജി, ജയ ജോസഫ്, സീമ ചന്ദ്രൻ, AK അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പെരിയാർ വാലി കനാലിലൂടെ മാസത്തിൽ 3 തവണ വെള്ളം എത്തിക്കണമെന്ന ആവശ്യവുമായി ചോറ്റാനിക്കര പഞ്ചായത്ത് അംഗങ്ങൾ എഞ്ചിനീയറുടെ ഓഫീസിൽ സമരം നടത്തി. PVIP അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുമായി ചർച്ച നടത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ അത്രയും വെള്ളം ലഭ്യമാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ജൈവ വൈവിധ്യ കലവറയും ആചാരാനുഷ്ഠാനങ്ങളുടെയും കേന്ദ്രമായ സർപ്പക്കാവുകളുടെ സംരക്ഷണത്തിന് ഹൈക്കോടതി നൽകിയ ഉത്തരവ് സർക്കാർ സംവിധാനങ്ങൾ കാറ്റിൽ പറത്തി. കാവു സംരക്ഷണത്തിന് കോടതി നിർദ്ദേശപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ച ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നിർജീവമാണെന്നും ജൈവ വൈവിധ്യ രജിസ്റ്റർ അപൂർണമാണെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കാവുകളുടെ പട്ടിക തയ്യാറാക്കി പൈതൃക മേഖലയായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കണമെന്നാണ് 2022 ഒക്ടോബർ 11 ഹൈക്കോടതി നിർദ്ദേശിച്ചത്. നഷ്ടമുണ്ടാകുന്ന ഭൂവുടമകൾക്ക് പരിഹാരം നൽകണം. 3 മാസത്തിനകം നടപടിയെടുക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും കമ്മിറ്റി കൂടാറില്ല. തൃക്കാക്കര നഗരസഭയിൽ ബയോഡൈവേഴ്സിറ്റി കമ്മിറ്റി ചേർന്നിട്ട് 1 വർഷത്തിലേറെയായി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 21 കാവുകളുണ്ടെന്ന് അറിയിച്ചപ്പോൾ കൊച്ചി, തിരുവിതാംകൂർ ബോർഡുകൾ കണക്കുകൾ നൽകിയില്ല. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ പുരോഗതി അറിയാൻ ഹർജിക്കാരായ അഖില കേരള സർപ്പക്കാവ് സംരക്ഷണ സമിതി നടത്തിയ അന്വേഷണത്തിലാണ് വെളിപ്പെടുത്തൽ. അതേസമയം സംസ്ഥാനത്ത് വനം വകുപ്പ് ഗ്രാന്റ് നൽകി സംരക്ഷിക്കുന്ന 648 കാവുകളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അറിവോടെയാണ് കാവുകളുടെ കണക്കെടുത്തത്.
വൈദ്യുതി കുടിശ്ശികയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ ഫ്യൂസ് ഊരി KCB. കൊടുംചൂടിലും ഉഷ്ണതരംഗത്തിലും വലയുന്നതിനിടെയാണ് ജീവനക്കാരെ പുഴുകിയിരുത്തുന്ന KCBയുടെ നടപടി. സോണൽ ഓഫീസിനോട് ചേർന്നുള്ള ഹെൽത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എന്നിവിടെയും ഫ്യൂസുകൾ വൈദ്യുതി വകുപ്പ് ഉരുമാറ്റി. ഫാൻ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. 2 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ടെന്നാണ് KCB പറയുന്നത്. ഫ്യൂസ് ഊരിയതോടെ വിവിധ നികുതികൾ അടക്കമുള്ളവ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. പണമടച്ച വൈദ്യുതി ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായി കൊച്ചി കോർപ്പറേഷൻ അറിയിച്ചു. പണമില്ലാത്തതല്ല ബില്ല് അടയ്ക്കാതിരിക്കാൻ കാരണമെന്നും സാങ്കേതിക തടസ്സങ്ങളെ തുടർന്ന് വൈകിയതാണെന്നും വൈകാതെ പരിഹരിക്കുമെന്നും മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. വൈദ്യുതി ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഉപയോഗത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി KCB രംഗത്തെത്തി. പ്രഖ്യാപിത പവർ കട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ KCB ഓഫീസുകളിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ രാത്രി 11 വരെ സർവീസ് നടത്തും. മെയ് 3 മുതൽ 11-ാം തീയതി വരെയാണ് സർവീസ് നീട്ടുക. ദേവാലയ അധികാരികളിൽ നിന്നുള്ള അഭ്യർത്ഥന പരിഗണിച്ചാണ് തിരുനാളിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. ഈ ദിവസങ്ങളിൽ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കുമുള്ള അവസാന ട്രെയിൻ രാത്രി 11-നായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പൊള്ളുന്ന വേനൽ ചൂടിന് ആശ്വാസവുമായി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷ നൽകുകയാണ് കാലാവസ്ഥാ ഏജൻസികൾ. കേരളത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ കാലവർഷ മഴ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായ സാസ്കോഫ് പ്രവചിച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിലവിൽ തുടരുന്ന എൽനിനോ സാഹചര്യം കാലവർഷാരംഭത്തോടെ ന്യൂട്രൽ സ്ഥിതിയിലേക്കും 2ാം ഘട്ടത്തോടെ ലാനിനിയിലേക്കും മാറാൻ സാധ്യത. ഇതോടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ചൂട് കാലാവസ്ഥയിലും 2 ആഴ്ചയ്ക്കുള്ളിൽ മാറ്റമുണ്ടാകും. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന കാലവർഷത്തിന് അനുകൂലമാണ് പ്രതിഭാസമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ന്യൂട്രൽ സ്ഥിതിയിൽ തുടരുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കാലവർഷത്തിന്റെ 2ാം ഘട്ടത്തിൽ പോസിറ്റീവ് ഫോഴ്സിലേക്ക് മാറുന്നതും മൺസൂണിന് അനുകൂലമായേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. നേരത്തെ വിവിധ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആദ്യഘട്ട പ്രവചനവും കാലവർഷം ശക്തമാകുമെന്ന തരത്തിൽ തന്നെയാണ് പുറത്തുവന്നത്. അതേസമയം വേനൽ ചൂട് തുടരുന്നതിനിടെ ഇന്നലെ തെക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ഉച്ചയ്ക്ക് ശേഷം നേരിയ തോതിൽ വേനൽ മഴ പെയ്തത് ആശ്വാസമായി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിലാണ് ഇന്നലെ മഴ ലഭിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ മറ്റിടങ്ങളിൽ ഇന്നും വേനൽ മഴ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ കേരളവും ഇടം പിടിച്ചു. 1ാമത് പശ്ചിമ ബംഗാളും 2ാമത് ഗുജറാത്തും നിലനിൽക്കുന്ന പട്ടികയിലാണ് 10ാമതായി കേരളത്തിൽ നിന്നും പാലക്കാട് എത്തിയിരിക്കുന്നത്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലെ താപനിലയാണ് പിന്നിലുണ്ടായിരുന്ന കേരളത്തെയും ആദ്യ 10ലേക്ക് എത്തിച്ചത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ്, ബീഹാർ, തെലങ്കാന, മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ് തുടങ്ങിയവയാണ് പട്ടികയിൽ 3 മുതൽ 9 വരെയുള്ള സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച സംസ്ഥാനങ്ങൾ. കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിലേക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാടിനും തൃശ്ശൂരിനും പുറമെ ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ കൂടി 3 ദിവസത്തേക്ക് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ രാത്രികാലത്ത് 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.